ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നാം എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ പാത പിൻഗമിക്കുന്നവരാണല്ലേ. യേശു കർത്താവ് പറഞ്ഞ കൽപ്പനകളെ അവൻ യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ രക്ഷിതാവായ ഹൃദയത്തിൽ സ്വീകരിച്ച് അവൻ യേശു കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ഈ ഭൂമിയിൽ പിതാവിൻ്റെ ഇഷ്ടം യേശു ചെയ്തതുപോലെ അവൻ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നാം മനസ്സിലാക്കി ദൈവ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ യേശു കർത്താവ് നമുക്കൊരുക്കുന്ന ഭവനത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ആയതിനാൽ ഓരോ നാളും യേശുവിൻ്റെ പാത അനുഗമിക്കുന്നവരാണ് നാം എല്ലാവരും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യേശു കടന്നു പോയതുപോലെ എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും കടന്നു വരാം. സ്തോത്രം. ആമേൻ. അത് ശുശ്രൂഷ മേഖലകളിലുള്ള വലിയ ദൈവപ്രവർത്തികളാകാം. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. യേശു അനുഭവിച്ചതുപോലെ ചില കഷ്ടങ്ങളാകാം. ആമേൻ. സ്തോത്രം. പ്രയാസങ്ങളാകാം, ഒറ്റപ്പെടലുകളാകാം, ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ യേശു സകലത്തെയും ജയിച്ചതുപോലെ നമുക്കും ഒരു ജയമുണ്ട്. ആമേൻ. ജയാളികളായി ആമേൻ സ്തോത്രം മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും ദൈവത്തിൻ്റെ ആലോചന നിവർത്തിയാകേണ്ടതിനാകുന്നു. ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുന്ന, ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവത്തെ മാത്രം നോക്കി ജീവിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്നതിന് എല്ലാത്തിനും പിന്നിലും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ദൈവം അറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ സകലവും സംഭവിക്കുന്നത്. പ്രൈസ് ഒരു കഷ്ടമായാലും നഷ്ടമായാലും രോഗമായിരുന്നാലും ദുഃഖമായാലും അനുഗ്രഹമായിരുന്നാലും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാകുന്നു. സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 25-ാം വചനം. അവർ വെറുതെ എന്നെ പകച്ചു എന്നവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവർത്തിയാകേണ്ടതിന് തന്നെ. John chapter 15 verse 25. But this is to fulfill what is written in their law. They hated me without reason. ആമേൻ. യേശുവിനെ കുറിച്ച് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരുന്നതൊക്കെയും നിവർത്തിയാൽ അല്ലേ. യേശുവിൻ്റെ ജനനം എങ്ങനെയായിരിക്കും, അവൻ യേശുവിൻ്റെ ശുശ്രൂഷ എങ്ങനെയായിരിക്കും, യേശുവിൻ്റെ അവൻ മരണം എങ്ങനെയായിരിക്കും, അവൻ യേശു അവൻ സ്തോത്ര പുനരുത്ഥാനം കഴിഞ്ഞ് അടുത്ത് വരുന്നത് എങ്ങനെയായിരിക്കും, ഒക്കെ അവൻ സങ്കീർത്തനങ്ങളിലും ന്യായപ്രമാണ പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്ന ഓരോ വചനങ്ങൾ നിവർത്തിയാകേണ്ടതിന് ഓരോന്നും സംഭവിച്ചു എന്ന് അവൻ സുവിശേഷങ്ങളുടെ ആരംഭം മുതൽ തന്നെ നമുക്ക് ഓരോ ഭാഗങ്ങളിൽ വായിക്കുവാനിടയായിത്തീരും. എന്നാൽ ഇവിടെ വായിക്കുന്നു, അവൻ സ്തോത്രം ജനനം ഒരു അത്ഭുതമായിരുന്നു, ശുശ്രൂഷ അത്ഭുതമായിരുന്നു, മരിച്ചുയർത്തെഴുന്നേറ്റത് ഒരു അത്ഭുതമായിരുന്നു. ദൈവപ്രവൃത്തികൾ മാത്രമല്ല വചന നിവൃത്തിയായത്. ഇവിടെ നാം വായിക്കുന്നു, അവർ വെറുതെ എന്നെ പകച്ചു എന്നും ഒരു വചനം യേശുവിനെ കുറിച്ച് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ വചനം നിവർത്തിയാകേണ്ടതിന് ഇവിടെ ആമേൻ സ്തോത്രം ലോകം യേശുവിനെ പകയ്ക്കുന്നു. ലോകമെന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകം എടുത്തു പറയുന്നത് ആമേൻ സ്തോത്രാലയത്തിലെ പരീശന്മാർ, ശാസ്ത്രിമാർ, ഇവരൊക്കെയും യേശുവിനെ പകയ്ക്കുന്നു. അത് കണ്ട് യേശു പറഞ്ഞു, അവർ വെറുതെ എന്നെ പകച്ചു എന്നെഴുതിയിരിക്കുന്ന വചനം നിവർത്തിയാകേണ്ടതിന് ഇതും സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവപൈതലേ, ഹല്ലേലൂയ, ഇന്ന് നാം എവിടെയെങ്കിലും നിന്ദിക്കപ്പെടുന്നുണ്ടോ, പകയ്ക്കപ്പെടുന്നുണ്ടോ? വെറുതെ. അവൻ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നു, they hated me without reason. ഒരു കാരണവുമില്ലാതെ ആരെങ്കിലും നമ്മെ പകയ്ക്കുന്നുണ്ടോ? ഒരു കാരണവുമില്ലാതെ ചില വേദനകൾ, ചില വാക്കുകളാലുള്ള മുറിവുകൾ നാം അനുഭവിക്കുന്നുണ്ടോ? പ്രൈസലോ. നാം അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയായിരിക്കാം പ്രാർത്ഥിക്കുന്നത്. അവൻ മനസ്സിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കാം നാം പെരുമാറുന്നത്. അവർ അനുഗ്രഹിക്കപ്പെടണം, ആരോഗ്യത്തോടെ ഇരിക്കണം, ശുശ്രൂഷയിൽ പ്രയോജനപ്പെടണമെന്ന് മനസ്സ് തുറന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുന്നവരായിരിക്കാം നാം. എന്നാൽ അവരോ ആമേൻ സ്തോത്ര ഉപായികളുടെ സൂത്രങ്ങൾ എന്ന് പറയുന്നത് പോലെ കൂട്ടം കൂടുകയും ആമേൻ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ അവൻ എങ്ങനെയെങ്കിലും ആമേൻ സ്തോത്രം നശിപ്പിക്കണം, തകർക്കണം, മത്സര ബുദ്ധികളോടെ ഹല്ലേലൂയ നമ്മേക്കാൾ അധികം ഉയരുവാൻ പാടില്ല. അത് ശുശ്രൂഷയിലായിരുന്നാലും ആത്മീയ ജീവിതത്തിലെ പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ആമേൻ ശുശ്രൂഷയിൽ, ആരോഗ്യത്തിൽ, സാമ്പത്തികത്തിൽ നമ്മുടെ തലമുറകളെ പോലെയല്ല. നമ്മുടെ തലമുറകളെ കാലം ഉയരുവാൻ പാടില്ല, അനുഗ്രഹിക്കുവാൻ പാടുവാൻ പാടില്ല. ഇങ്ങനെയൊക്കെ മനസ്സിൽ കരുതി
കൂട്ടി മത്സര ബുദ്ധിയോടെ പകയ്ക്കുന്നവരെ നമുക്ക് കാണുവാനിടയായി തീരുമല്ലേ. എന്നാൽ അവിടെയും യേശു നമ്മെ കൈവിട്ടില്ല. ദൈവം എന്തിനാണ് നിനക്ക് അനുവദിക്കുന്നത്, നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് ഭാരപ്പെടേണ്ട. യേശുവും ആ പാതയിലൂടെ കടന്നുപോയ ആമേൻ സ്തോത്രം ദൈവപുത്രനാകയാൽ ആ യേശുവിനെ അനുഗമിക്കുന്നവരാൽ യഥാർത്ഥമായ യേശുവിനെ തൻ്റെ ക്രൂശെടുത്ത് അനുഗമിക്കുന്ന സാക്ഷികളായി ജീവിക്കുന്ന മക്കൾക്ക് ഈ പ്രതിസന്ധികൾ ഉണ്ടാകും. ഭാരപ്പെട്ടു പോകേണ്ട. അതും ഒരു വചന നിവൃത്തി എന്നതുപോലെ നമ്മെക്കുറിച്ചുള്ള ഒരു ദൈവത്തിൻ്റെ പദ്ധതി ആയിരിക്കാം. എന്നാൽ അവിടെ യേശുവിൻ്റെ അവസാനമായില്ല. ഇവരൊക്കെ യേശുവിനെ പകച്ചു എന്ന് പറഞ്ഞു. അവൻ യേശുവിൻ്റെ ശുശ്രൂഷ അവിടെ തീർന്നില്ല. വീണ്ടും 4-5 അധ്യായങ്ങളിൽ യേശുവിൻ്റെ ശുശ്രൂഷയും യേശുവിൻ്റെ സ്തോത്ര ക്രൂശ് മരണവും എന്നാൽ ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ ഈ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സ്തോത്ര ലോകം നമ്മെ പകയ്ക്കുമ്പോൾ നാം സന്തോഷിക്കണം. സ്വർഗരാജ്യത്തിൽ നമ്മുടെ പ്രതിഫലം അധികമാകുന്നു. നാം യേശുവിൻ്റെ പാത പിൻഗമിക്കുന്നു എന്നർത്ഥം. എന്തെങ്കിലും കാരണം ചെയ്തിട്ട് പകയ്ക്കുന്നതല്ല. യാതൊരു കാരണവുമില്ലാതെ ഏതെങ്കിലും ഒരു പ്രതികൂലങ്ങളോ അല്ലെങ്കിൽ പോരാട്ടങ്ങളോ മാനുഷികമായി നമുക്കെതിരായി കടന്നു വരുമ്പോൾ തളർന്നു പോകേണ്ട, ക്ഷണിച്ചു പോകേണ്ട. എല്ലാം ഒരു വചന നിവർത്തി എന്ന് പറയുമ്പോൾ നമ്മോടുള്ള വാഗ്ദത്തങ്ങൾ മാത്രമല്ല നിവർത്തിയാകുന്നത്. ആ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ഉള്ള പാതയിൽ വേറെയും ചില കാര്യങ്ങൾ നിവർത്തിയാകും. സ്തോത്രം. എന്നാൽ ആരെല്ലാം ഏകനായി വിട്ടാലും യേശു നമ്മെ ഏകനായി വിടത്തില്ല. ആരെല്ലാം പകച്ചാലും യേശുവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ആ ഒരു പ്രീതി എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. യേശുവിൻ്റെ സാന്നിധ്യം നമ്മെ കരം പിടിച്ച് നടത്തും, നമ്മെ താങ്ങി നടത്തും, നമ്മോട് കൂടി ഇരുന്ന് നമ്മെ ആശ്വസിപ്പിക്കും, ശക്തീകരിക്കും. ഈ നാളുകളിൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവില്ലെന്ന് പറഞ്ഞ യേശുവിൻ്റെ വാക്കിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അനേക കഷ്ടങ്ങളിലൂടെ സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടവരാകുന്നു. ആ പ്രത്യാശയോടെ ജീവിതയാത്രയിൽ മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവസ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്ക് സ്തോത്രം. അതിനാഥ കർത്താവേ, ഹല്ലേലൂയ. യേശുവേ, ലോകക്കാരെ പോലെയല്ല കർത്താവ്, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട വേർപെട്ട ഒരു ജീവിതം നയിക്കുന്ന യഥാർത്ഥമായ ദൈവത്തെ സേവിക്കുന്ന വിശ്വസ്തയോടും പരമാർത്ഥതയോടും ഭയഭക്തിയോടും വിശുദ്ധിയോട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലുടെ ജീവിതത്തിൽ സ്തോത്രം പലവിധമായ പ്രതിസന്ധികൾ കടന്നു വരുമല്ലോ നാഥ. എന്നാൽ അതൊക്കെയും സഹിക്കുവാൻ, അതിജീവിക്കുവാനുള്ള എൻ്റെ കർത്താവിൻ്റെ ശക്തിയും കൃപയും അഭിഷേകവും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ വിലങ്ങ് പകരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയോ അങ്ങയുടെ കർത്താലോചന നിവൃത്തിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. വലിയ ദൈവ പ്രവൃത്തികൾ കാണുവാൻ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.